മോഹൻലാലിന് സമ്മാനമായി ലയണൽ മെസ്സി കയ്യൊപ്പ് ചാർത്തിയ ഒരു ജേഴ്സി. ചില സമ്മാനങ്ങളൊക്കെ വാക്കുകൾക്ക് അതീതമാണെന്ന് വീഡിയോ പങ്കുവച്ച് മോഹൻലാൽ തന്നെ കുറിച്ചിട്ടുണ്ട്. ഇന്ദുലേഖ രേണു ചേരുന്നുണ്ട് തത്സമയം. ഇന്ദു, നമ്മളൊക്കെ ലാലേട്ടന്റെ കടുത്ത ആരാധികമാരാണ്. നമുക്കൊക്കെ ലാലേട്ടനെ ഒന്ന് അടുത്ത് കാണാനും ഒന്ന് അടുത്ത് സംസാരിക്കാനും പറ്റിയാലൊന്ന് തൊടാനും ഒരു ഓട്ടോഗ്രാഫും അങ്ങനെയൊക്കെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പക്ഷെ അതേസമയം ലാലേട്ടനാകട്ടെ മെസ്സിയുടെ കടുത്ത ആരാധകനാണെന്ന് നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടിക്ക് ഒരു സമ്മാനം കിട്ടിയ എങ്ങനെയായിരിക്കും ആ ഒരു സന്തോഷം ഉണ്ടാവുക? അതുപോലെയാണ് ലാലേട്ടൻ ആ ഒരു ജേഴ്സിയും പൊക്കി പിടിച്ച് നിൽക്കുന്നത്. അതെ ഹിമ, പറഞ്ഞത് വളരെ ശരിയാണ്. ലാലേട്ടൻ്റെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് നേരിൽ കാണണമെന്ന് നോമ്പ് നോറ്റിരിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. പക്ഷേ ലാലേട്ടൻ ഇത്ര വലിയൊരു മെസ്സി ഫാനാണെന്ന് ചിലപ്പോൾ നമ്മളിൽ പലർക്കും ഇന്നാവും അല്ലേ മനസ്സിലായിട്ടുണ്ടാവുക. ഡോക്ടർ രാജീവ് മങ്കോട്ടിൽ, രാജേഷ് ഫിലിപ്പ് എന്നിങ്ങനെ രണ്ട് സുഹൃത്തുക്കളാണ് ലാലേട്ടൻ ഈ സമ്മാനം ഒരുക്കി കൊടുത്തത്. ലാലേട്ടനെ പോലെ തന്നെ നമ്മളിൽ പലരും മെസ്സി ആരാധകരാണല്ലേ. നമുക്ക് പലരുടെയും സ്വപ്നങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ കൈപ്പടയിലുള്ള ഒരു ജേഴ്സി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സമ്മാനമായി കിട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇതെന്ന് തോന്നിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സ്വപ്നമായി കരുതുന്ന ഒരുപാട് ഫുട്ബോൾ ആരാധകർ കേരളത്തിലുണ്ട്. അങ്ങനെ ഒരു ആരാധകനാണ് നമ്മുടെ ലാലേട്ടനും. ഇന്നിതാ ഡിയർ ലാലേട്ട എന്ന് കുറിച്ച് മെസ്സി ഒപ്പുവെച്ച ഒരു ജേഴ്സിയാണ് ലാലേട്ടൻ്റെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത്. ലാലേട്ടൻ അതിന് ഒരു അടിക്കുറിപ്പ്, വളരെ നീളത്തിലുള്ള ഒരു അടിക്കുറിപ്പ് തന്നെ എഴുതിയിട്ടുണ്ട്. അതാണ് ഏറ്റവും രസകരമായി തോന്നിയത്. ഇന്ന് എനിക്കൊരു സമ്മാനം ലഭിച്ചു. അതായത് ചില നിമിഷങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു നിമിഷം ഇന്ന് എൻ്റെ ജീവിതത്തിലും സംഭവിച്ചു. എനിക്കിന്നൊരു സമ്മാനപ്പൊതി കിട്ടി. ഞാനത് തുറന്നു നോക്കിയപ്പോൾ ഒരു നിമിഷം എൻ്റെ ഹൃദയം ഒന്ന് നിലച്ചുപോയി എന്നാണ് ലാലേട്ടൻ പറയുന്നത്. കാരണം അതിൽ ലയണൽ മെസ്സി ഒപ്പുവെച്ച ഒരു ജേഴ്സി ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ പേരും എഴുതിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഹിമ പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിലേക്ക് അതിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സമ്മാനം വെച്ചു കൊടുക്കുന്ന സന്തോഷത്തോടെ ലാലേട്ടൻ ആ കുറിപ്പും ആ ഒരു വീഡിയോയും ഒക്കെ നമുക്ക് വേണ്ടി പങ്കുവച്ചിരിക്കുന്നത്. ലാലേട്ടൻ അത് സമ്മാനമായി നൽകിയ ആളുമൊക്കെ ആ വീഡിയോയിൽ കാണാം. അത്രയധികം സന്തോഷത്തോടെയാണ് അദ്ദേഹം നമ്മളോട് ഈ വാർത്ത പങ്കുവച്ചിരിക്കുന്നത്. ഹിമ, തീർച്ചയായിട്ടും എന്ത് പറഞ്ഞ പോലെ തന്നെ വലിയ സന്തോഷം നമുക്ക് ലാലേട്ടന്റെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. മെസ്സിയെ കുറിച്ചൊക്കെ വലിയ ആവേശത്തിലാണ്. എന്ത് പറയുന്നത്? അർജന്റീന ഫാനാണോ? ഞാനാണോ? അതെ അതെ. ഫുട്ബോളിനെ കുറിച്ച് വലിയ ജ്ഞാനമില്ലെങ്കിലും കണ്ടിരിക്കുമെന്നല്ലാതെ അതിനപ്പുറം ആധികാരികമായി പറയാൻ അറിയില്ല. പക്ഷെ ഇവരൊക്കെ എന്താ നമ്മുടെ ആരാധനാപാത്രങ്ങളാണല്ലോ. അതെ അതെ. മെസ്സി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് എന്നും വലിയ ആവേശമാണ്. അത് തന്നെയാണ് ലാലേട്ടന്റെ അടുത്ത് നമ്മൾ കണ്ടതല്ലേ. അതെ അതെ. ലാലേട്ടൻ ശരിക്കും ഒരു പക്ഷേ ലാലേട്ടൻ ഇത്ര വലിയൊരു ആരാധകനാണെന്ന് നമുക്ക് ആർക്കും ഈ ഒരു വീഡിയോ കാണുന്നതിന് മുൻപ് വരെ അറിവുണ്ടാവണമെന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടോ അല്ലെങ്കിൽ ഇതിന് മുൻപ് ഒരു മാധ്യമങ്ങളിൽ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് ലാലേട്ടൻ തന്നെയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. അതിൻ്റെ ആ അടിക്കുറിപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഹൃദയം സ്പോർട്സിനോട് ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഫുട്ബോളിനോട് ചേർന്നിരിക്കുന്നു, എത്ര വലിയ ആരാധകനാണ് താൻ എന്ന് അദ്ദേഹം ഈ ഒരൊറ്റ പോസ്റ്റിലൂടെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിരിക്കുകയാണ്. ആക്ച്വലി മറ്റുള്ള ഫുട്ബോൾ ആരാധകർക്ക് ഇപ്പോൾ ലാലേട്ടനോട് അത്യധികം കുശുമ്പ് കൂടി തോന്നുന്നുണ്ടായിരിക്കും. കാരണം ഇങ്ങനെയൊരു മൂല്യമേറിയ സമ്മാനം അദ്ദേഹം കൈവശപ്പെടുത്തിയിരിക്കുകയാണല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. അതെ, മെസ്സി ഫാനായിട്ടുള്ള ഒരുപാട് പേരെ അറിയാം. അവരൊക്കെ മെസ്സി ഒന്ന് കാണണം, അല്ലെങ്കിൽ ഇതുപോലൊരു ഒപ്പെങ്കിലും കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോഴാണ് സ്വന്തമായി ഒരു ജേഴ്സി മെസ്സി തന്നെ നേരിട്ട് അയച്ചത് ലാലേട്ടൻ്റെ അടുത്തെത്തുന്നത്.